ഇപ്പോൾ കൊല്ലം തേവലക്കര ഹൈസ്കൂളിലേക്ക് RYF പ്രവർത്തകരുടെ പ്രതിഷേധം, സ്കൂളിന് മുന്നിലുള്ള പ്രതിഷേധമാണ്. ഇന്നലെയും അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നും പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ നടക്കുന്നത് RYFന്റെ പ്രതിഷേധമാണ്. ബാരിക്കേഡ് പോലീസ് അവിടെ വച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡ് മറികടക്കാൻ നേരത്തെ RYF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകുമ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായതാണ്. ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള ശ്രമം, പിന്നീട് പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? നേരത്തെ ഒരല്പം സംഘർഷത്തിലേക്കൊക്കെ പ്രതിഷേധം പോയിരുന്നല്ലോ. RYFന്റെ നേതൃത്വത്തിലാണ് തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് പ്രകടനം നടത്തിയത്. ഈ പ്രകടനം പോലീസിനെ ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മറികടന്നെത്തിയതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിൽ വാക്കുതർക്കവും ഒടുവിൽ കയ്യാങ്കളിയിലേക്കടക്കം കലാശിച്ചത്. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥരും പ്രവർത്തകരും റോഡിലടക്കം മറിഞ്ഞു വീഴുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ വളരെ ശ്രമപ്പെട്ടാണ് ഈ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഈ ബാരിക്കേഡിന് പുറത്ത് ഈ പ്രതിഷേധം തുടരുകയാണ്. കാരണം RYFന്റെ ജില്ലാ നേതാക്കളെ അടക്കം ഇത്തരത്തിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് RYF ആരോപിക്കുന്നത്. RYFന്റെ ജില്ലാ നേതാക്കൾക്കടക്കം ഈ പോലീസിന്റെ നടപടിക്കിടയിൽ പരിക്കടക്കം ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ബാരിക്കേഡ് മറികടന്നതാണ് പ്രകോപനത്തിനടക്കം ഇടയാക്കിയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. നമുക്ക് ഇപ്പോൾ കാണുന്നത് ഇതിനുശേഷം ഈ പ്രവർത്തകർ ഒരു വശത്ത് ഇപ്പോൾ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലേക്കാണ് RYF പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. ബാരിക്കേഡ് മറികടക്കാൻ നേരത്തെ പ്രവർത്തകർ ശ്രമിച്ചു. പോലീസുമായ ഒരു ഉന്തും തള്ളും തർക്കം, അതിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ ബാരിക്കേഡിനപ്പുറത്ത് നിന്ന് RYF പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയാണ്. തുടർച്ചയായി അവർ പ്രതിഷേധിക്കുന്നു, പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. ഇവിടെ അനാസ്ഥയുണ്ടായിട്ടുണ്ട്, ഗുരുതരമായ വീഴ്ച KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന്, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നെല്ലാം വീഴ്ചയുണ്ടായിട്ടുണ്ട്, അനാസ്ഥയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അരുൺരാജ് തുടരുന്നുണ്ട്. അരുൺരാജ്, ഇന്ന് ഇപ്പോൾ കൂടുതൽ സംഘടനകളുടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത എങ്ങനെയാണ്? ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സ്കൂളിലേക്കുണ്ട്. അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസും KSUവും പ്രതിഷേധവുമായി എത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ RYFന്റെ പ്രതിഷേധം, അത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിലുള്ള പ്രതിഷേധം, അതുപോലെ തന്നെ ഈ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചുവെന്ന ആരോപണമാണ് RSPയും RYFും ഇപ്പോൾ ഉയർത്തുന്നത്. അതുപോലെ തന്നെ മന്ത്രി ജെ ചിഞ്ചുറാണിക്കെതിരെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം ഒരു കുട്ടി മരിച്ചു കിടക്കുമ്പോൾ ഇത്തരത്തിൽ പ്രസ്താവന അടക്കം നടത്തുന്ന മന്ത്രിമാർ, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ മന്ത്രിമാർക്കെതിരെ കൂടി പ്രതിഷേധം ശക്തമാക്കുമെന്ന സൂചനയാണ് RYF നൽകുന്നത്. ഈ സ്കൂളിലേക്ക് കടക്കാനാണ് ഈ പ്രതിഷേധക്കാരെല്ലാം തന്നെ ശ്രമിക്കുന്നത്. ഇതിന് സ്കൂളിന് ഏകദേശം 50 മീറ്ററിനപ്പുറം പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു. ഈ തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രവർത്തകരിൽ ചിലർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് എത്തിയതാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടു. ഒടുവിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ നിലത്ത് വീഴുന്ന സാഹചര്യമടക്കം പ്രവർത്തകരുമായി ഉണ്ടായി. ഒടുവിൽ ഏറെ ശ്രമപ്പെട്ടാണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. കൊല്ലം തേവലക്കര സ്കൂളിന് മുന്നിലാണ് RYF പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അത് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു.